ബിപിയും കൊളസ്ട്രോളും എല്ലാം കൂടുതലാ. ഈ അപ്പനത് എന്തിന്റെ കേടാ? അതിനപ്പം ഗുസ്തി മത്സരത്തിനൊന്നും അല്ലല്ലോ, കവിതാ മത്സരത്തിനല്ലേ ചേർന്നിരിക്കുന്നത്. എന്നാലും വയസ്സാം കാലത്ത് ഈ അപ്പൻ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇത്തവണത്തെ മെയ് ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന കവിതാ മത്സരത്തിൽ എത്രയാ സമ്മാനത്തുകയെന്ന് മോക്ക് അറിയാവോ? 1,00,000 രൂപ. 1 ലക്ഷോ? ഇക്കഴിഞ്ഞ ഓണത്തിനെ വാലുവർക്കും ചാക്കിലോട്ടത്തിനും ഒക്കെ ഫസ്റ്റ് അടിച്ച അപ്പനാണോ ഒരു കവിത എഴുതാൻ ഇത്ര പാട്? അപ്പം ഈ പഞ്ചായത്ത് മുഴുവൻ അപ്പൻ്റെ കവിത എഴുതലിനെതിരാ. സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ആകെ ഈ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ഓർമ്മ വേണം. 1,00,000 പകുതി 50,000 ഇങ്ങോട്ട് തന്നേക്കണം. പൈസ കിട്ടും പറഞ്ഞപ്പോൾ തൊട്ട് ഞാനും അപ്പന് സപ്പോർട്ടാ. എനിക്കും വേണം വീതം. ഓ, എന്നാ അപ്പം ഇത് നമ്മൾ ഈ വീതം ഇത് 3 വീതം വെക്കും. 3-1 മാത്രമേ അപ്പന് കിട്ടത്തുള്ളൂ. 3-1 പറ്റത്തില്ല, എനിക്കൊരു 10 വേണം. ദേ അപ്പൻ ഇതുവരെ ഒരു വരി കവിത പോലും എഴുതിയിരുന്ന്. അതിന് ചുമ്മാ എഴുതിയാൽ മതിയോ? ഭാവന വരണ്ടേ? അതിന് ഭാവന ഇപ്പൊ സിനിമയെ പോലും വരുന്നില്ല, പിന്നെയാണോ അപ്പന്റെ കവിതയില്? ഓ അതല്ല, ഭാവന വിടരുന്നില്ലെന്ന്. ഇങ്ങനെ പച്ചക്ക് നടന്നാവൊന്നും ഭാവന വിടരത്തില്ല. അപ്പം പത്രമൊന്നും വായിക്കാറില്ലേ? വലിയ വലിയ ആൾക്കാർക്ക് എങ്ങനെ ഈ ഭാവന വിടർത്തുന്നേ? എന്നാ ഇത് ചുരുട്ടി 2 പുകയെടുക്ക്, ഭാവനയൊക്കെ തന്നെ വിടർന്നോളൂ. അപ്പന് വലിക്കാനൊന്നും പറ്റത്തില്ല, അപ്പന് പുക അലർജിയാ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ മോളെ? ഭാവന വിടരണ്ടേ? മോളൊരു കാര്യം ചെയ്, അത് മിക്സിക്കകത്തിട്ട് പൊടിച്ചതാ, ഞാൻ സ്പൂണും കൊണ്ട് കോരി തിന്നോളാം. അപ്പാ, രാസലഹരി എന്ന് പറയുന്ന എന്തോ ഒരു കുന്ത്രാണ്ടമുണ്ട്. പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്ത ഞാൻ എങ്ങനെയാ മോനെ രാസപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നേ? ഇന്നാപ്പാ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്, വേഗം കഴിച്ചിട്ട് പോരുന്ന കവിത എഴുതി തീർത്തേ. യഥാർത്ഥ കലാകാരന്മാർക്ക് കള്ളും കഞ്ചാവൊന്നും വേണ്ട മോളെ. എന്റെ കവിത എഴുത്തൊക്കെ കഴിഞ്ഞു. ഒന്നാനാം കൊച്ചുതുമ്പി എൻ്റെ കൂടെ പോരുമോ നീ. സൂപ്പർ കവിതയാണല്ലോ അപ്പ. തുമ്പിയോ? അപ്പ ഇത് മെയ് ദിനത്തിന്റെ കവിതാ മത്സരമല്ലേ? തൊഴിലാളികളെ കുറിച്ച് വേണം എഴുതാൻ. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറയുന്നത് മോൻ കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു പാറമടയിൽ കല്ലെടുത്ത് കൊടുക്കുന്ന തൊഴിലാളി തുമ്പി എന്റെ തുമ്പി.